വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കന്. നല്ല സ്പൈസി ആയിട്ട് ഉള്ളിലൊക്കെ നല്ല ജ്യൂസിയും ടെൻഡറും ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോട്ടിംഗ് ആണ്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ. ഇതിൻ്റെ ജ്യൂസിനെസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിതുണ്ടാക്കാനായിട്ട് ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക്, അതായത് കാലിൻ്റെ പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. 8 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് 1/2 കിലോ ആണ് വരിക. നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ചിക്കന് പീസാക്കിയിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ തോലുള്ള ചിക്കൻ വേണം എടുക്കാനായിട്ട്. ഇതുപോലെയുള്ള ചിക്കൻ നിങ്ങൾക്ക് കടകളിൽ വാങ്ങിക്കാനായി കിട്ടും. സ്കിന്നില്ലാത്ത ചിക്കന് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം, പക്ഷേ നല്ല ആ ഒരു ക്രിസ്പിനെസ്സും കോട്ടിംഗ് ഒക്കെ വരുന്ന പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് ഇങ്ങനെ സ്കിന്നോടുകൂടി ചിക്കൻ എടുക്കുമ്പോഴാണ്. ഇതിപ്പോൾ ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി വേണം. 2 ഇഞ്ച് വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പേസ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒണിയൻ പൗഡറും ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയുടെ ഒക്കെ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലാണ് നമ്മുടെ ചിക്കന് ഉള്ളിൽ നിന്ന് നല്ല ജ്യൂസി ആക്കിയിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പുളി കുറഞ്ഞ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളി ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ഒരു സ്പൈസി എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. നല്ല ടേസ്റ്റാണിത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർക്കാനുണ്ട്. അത് വേറൊന്നുമല്ല, കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കഴുകി വെള്ളം ഊറ്റി ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കന് ഇതിൻ്റെ അകത്ത് മിനിമം നമ്മളൊരു 5 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇടണം. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തലേന്ന് രാത്രി തന്നെ ഇതിനകത്ത് ചിക്കൻ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ചിക്കനിൽ ഈ മസാലയൊക്കെ പിടിച്ച് ചിക്കനൊക്കെ നല്ല ടെൻഡറായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഒരു 5 hours വെക്കുന്നത്. മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നോർമൽ ചിക്കൻ ഇതിനായിട്ട് യൂസ് ചെയ്യാം. ചിക്കൻ്റെ പീസസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ മാരിനേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കോട്ടിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ എന്ന് പറയുന്നത് ഏകദേശം 250 ഗ്രാമാണ് വെയിറ്റിൽ ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കണം. അതായത് നിങ്ങൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് കോൺഫ്ലോർ ഇടേണ്ടത്. ഇപ്പോൾ നമ്മൾ 2 കപ്പ് മൈദ എടുത്തതിനെ കൊണ്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കുമിച്ചിട്ട് ഞാൻ മുളക് പൊടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു മിക്സ്ചറാണ് നമ്മൾ ചിക്കൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസും ഈ ഒരു മൈദയുടെ മിക്സ്ചറിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. കോട്ട് ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും കോട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ നുള്ളി അതായത് പിഞ്ച് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേക്കി ആയിട്ടുള്ള കോട്ടിങ് തന്നെ ആയിട്ട് കിട്ടും. ഇങ്ങനെ എല്ലാ പീസും നമുക്ക് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടുള്ള പീസുകൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ചിക്കൻ്റെ പീസസ് എടുത്തിട്ട് ഒരിക്കൽ കൂടെ നമുക്ക് കോട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ കോട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മാരിനേഷൻ ഇല്ലേ, ചിക്കൻ മാരിനേറ്റ് ചെയ്ത മിക്സ്ചർ, അതിൻ്റെ അകത്ത് തന്നെ ചിക്കൻ ഒന്ന് ഇതുപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് വേണം മൈദയുടെ മിക്സ്ചറിലേക്ക് ഇടാനായിട്ട്. അപ്പോഴേ സെക്കൻഡ് കോട്ടിങ് ശരിക്കും ചിക്കൻ്റെ മേലെ പിടിക്കുകയുള്ളൂ. ഇങ്ങനെ സെക്കൻഡ് കോട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്തൊക്കെ കോട്ടിങ് ആവാത്തതുണ്ടെങ്കിൽ കവറായി കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ചിക്കന് നല്ല സൈസ് കിട്ടും, പീസിന് നല്ല വലുപ്പമായിട്ട് കിട്ടും ഫ്രൈ ആയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള
നല്ല ഒരു കവറിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതാ പിഞ്ച് ചെയ്ത് കോട്ട് ചെയ്തതിനെ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഫ്ലേക്കി ആയിട്ടാണ് ഇതിൻ്റെ കവറിങ് ഉള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പീസും കോട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഓയിൽ അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായ സമയത്ത് ഞാൻ ഒരു പീസ് ആ കോട്ടിങ്ങിൻ്റെത് ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മുരിഞ്ഞ് ഫ്ലോട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് ചൂട് വേണ്ട പാകം. ഇനി എന്ത് ചെയ്യുക, ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വയ്ക്കുക. ചെറിയ ഫ്ലെയിം, നമ്മുടെ നോബ് താഴോട്ടേക്കാക്കി വയ്ക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസില്ലേ, അത് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ പീസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഒരു നല്ല കവറിങ് പോലെ, നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കവറിങ് പോലെ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് വെളിച്ചെണ്ണയിൽ പൊരിക്കരുത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഓയിൽ തന്നെ യൂസ് ചെയ്യുക ഫ്രൈ ചെയ്യാനായിട്ട്. ചെറിയ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോഴേ ചിക്കൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സമയമൊന്നും ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കില്ല. ഒരു 7-8 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് കുക്കായ സമയത്ത് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള കവറിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഭാഗത്ത്. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 7-8 മിനിറ്റൊക്കെ ഇത് കുക്കാവാനായിട്ട് എടുക്കുകയുള്ളൂ. കാരണം നമ്മളിത് കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഓൾറെഡി അത് ഹാഫ് കുക്ക്ഡ് പോലെ തന്നെ ആയിരിക്കും. നന്നായിട്ട് ഉള്ളിൽ നിന്ന് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ചിലർക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് ചിക്കൻ വെന്തോ എന്നുള്ളത് നമ്മൾ അറിയാമെന്നുള്ളത്. അതിനായിട്ട് നിങ്ങളൊരു കത്തി ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. കത്തി കുത്തി കഴിഞ്ഞാൽ ചിക്കനിലൂടെ നല്ല സ്മൂത്തായിട്ട് കത്തി പോകുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കത്തി കൊണ്ട് കുത്തിയിട്ട് ചിക്കൻ്റെ പീസസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്നാണ്. വേവാത്ത ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ കത്തി കുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും. ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ഇതുപോലെ ഒരു ഗ്രില്ലിൻ്റെ മേലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉള്ള ഓയിൽ ഇതിൽ നിന്ന് താഴോട്ടേക്ക് പോയിക്കോളും. അതുപോലെ തന്നെ നല്ല എയർ ഫ്ലോ ഒക്കെ കിട്ടിയിട്ട് ഇത് ഒരുപാട് നേരം ക്രിസ്പി ആയിട്ടിരിക്കും. നിങ്ങൾ പ്ലേറ്റിലിടുന്ന സമയത്ത് അടിഭാഗത്തുള്ളത് കുറച്ച് സോഗിയായി അത് ക്രിസ്പിനെസ് ഒക്കെ പോയി പോവും. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രില്ലിൻ്റെ മേലെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നേരം ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. എത്രത്തോളം ക്രിസ്പിയാണ് ഇതിൻ്റെ കവറിങ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണുള്ളത് നമുക്കൊന്ന് മുറിച്ചിട്ട് നോക്കാം. നല്ല സോഫ്റ്റും ടെൻഡർ ആയിട്ടുള്ള ചിക്കനാണ്. നല്ല ഫ്ലേവറുമാണ്. നിങ്ങൾ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കടയിൽ പോയിട്ട് കഴിക്കാൻ അവരൊരിക്കലും പറയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്